മലയാളത്തിലും തമിഴിലും ഒരുപോലെ സജീവമായ നടി രജിഷ വിജയന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് മസ്തിഷ്കമരണം. കൃഷന്ത് സംവിധാനം ചെയ്ത ഈ ചിത്രം OTT റിലീസിന് ശേഷം വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ചിത്രത്തിന് ലഭിക്കുന്ന സ്വീകാര്യതയെക്കുറിച്ചും തന്റെ കരിയറിനെക്കുറിച്ചും മനസ്തുറക്കുകയാണ് രജിഷ ഇപ്പോൾ. മസ്തിഷ്കമരണം തിയേറ്ററിനേക്കാൾ തരംഗം OTT-യിൽ. ഫെബ്രുവരി 27-ന് തിയേറ്ററുകളിലെത്തിയ ചിത്രം 2046-ലെ കൊച്ചി നഗരത്തിന്റെ പശ്ചാത്തലത്തിലാണ് കഥ പറയുന്നത്. മലയാളത്തിൽ അധികം പരീക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത സൈബർപങ്ക് വിഭാഗത്തിൽപ്പെട്ട ചിത്രമാണിത്. വ്യത്യസ്തമായ ലുക്ക്, ഫ്രിഡ സോമൻ എന്ന കഥാപാത്രത്തിനായി ഇതുവരെ പരീക്ഷിക്കാത്ത ലുക്കിലാണ് രജിഷ എത്തിയത്. കഥാപാത്രത്തിനുവേണ്ടി താരം നടത്തിയ ശാരീരിക മാറ്റങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പ്രതികരണം: സിനിമാ തിയേറ്ററിൽ 1 മാസത്തോളം പ്രദർശിപ്പിച്ചെങ്കിലും നെറ്റ്ഫ്ലിക്സ് റിലീസിന് ശേഷമാണ് വലിയ രീതിയിലുള്ള പ്രേക്ഷക പ്രശംസ തേടിയെത്തിയത്. പ്രതീക്ഷിച്ചതിലും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് രജിഷ പറയുന്നു. കലയോടുള്ള താൽപ്പര്യവും സ്കൂൾ കാലഘട്ടവും. ചെറുപ്പം മുതലേ അഭിനയത്തോടും മറ്റ് കലാപരിപാടികളോടും തനിക്ക് വലിയ താൽപ്പര്യമുണ്ടായിരുന്നുവെന്ന് രജിഷ വ്യക്തമാക്കുന്നു. അമ്മയുടെ പിന്തുണ. ആർമി സ്കൂൾ അധ്യാപികയായിരുന്ന അമ്മ ഷീലയാണ് എല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ പ്രോത്സാഹനം നൽകിയിരുന്നത്. ബഹുമുഖ പ്രതിഭ. പ്രസംഗം, സംവാദം, കവിതാപാരായണം, നൃത്തം, കായികം തുടങ്ങി എല്ലാ മേഖലകളിലും താരം സജീവമായിരുന്നു. എന്നാൽ പാട്ടുപാടാൻ മാത്രം തനിക്ക് വഴങ്ങിയിരുന്നില്ലെന്ന് രജിഷ തമാശയോടെ ഓർക്കുന്നു. സിനിമയെക്കുറിച്ച് പുരുഷപ്രേതം, ആവാസവ്യൂഹം എന്നീ ശ്രദ്ധേയമായ ചിത്രങ്ങൾക്ക് ശേഷം കൃഷന്തൊരുക്കിയ ചിത്രമാണ് മസ്തിഷ്കമരണം. രജിഷ വിജയനെ കൂടാതെ ദിവ്യപ്രഭ, നിരഞ്ജ്, മണിയൻപിള്ള രാജു എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തിയിരുന്നു. അനുരാഗ കരിക്കിൻ വെള്ളം എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച രജിഷ 10 വർഷങ്ങൾക്ക് ശേഷവും മലയാള സിനിമയിൽ മുൻനിരയിൽ തന്നെ